അല്ല, ഒരു കാലം ഉണ്ടായിരുന്നു പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് പട്ടികയിൽ നിന്ന് പ്രതിപട്ടികയിൽ ആളെ ഉൾപ്പെടുത്തുന്നു, ഇവരുടെ കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഒരിക്കലും കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങളിൽ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് പുറത്തു വരുന്നില്ല. പക്ഷേ ഇപ്പം അന്വേഷണ രീതി മാറി. അതാണ് CPM-നെ അലട്ടുന്നത് എന്നുള്ളതാണ്. അതായത് അത് ഈ CPM-നെ മാത്രം അലട്ടുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 56 CPM പ്രവർത്തകന്മാരെ കൊല ചെയ്തിട്ടുണ്ട് RSSകാർ. അതെല്ലാം തന്നെ യഥാർത്ഥ പ്രതിയാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു CPM-ന്റെ പ്രവർത്തകനായിട്ടുള്ള ഞാൻ ഇന്ന കൊലക്കേസിൽ ഇന്ന ആളുകളെ പ്രതി ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലിസ്റ്റും കൊടുത്തിട്ടില്ല. പാർട്ടിക്ക് അങ്ങനെ ഒരു രീതിയില്ല. ഇത് ചിലരെല്ലാം പ്രചരിപ്പിക്കുന്നതാണ്. അത് പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റിൽപ്പെട്ട ആളുകൾ പ്രതിയാവുന്നു. അത് പോലീസ് തന്നെ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് പ്രതിപ്പട്ടിക രൂപപ്പെടുന്നത്. പാർട്ടി, കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അങ്ങനെ ഏതെങ്കിലും പ്രതികളുടെ ലിസ്റ്റ് പോലീസിന് കൊടുക്കുന്ന അനുഭവം ഇതേവരെ ഉണ്ടായിട്ടില്ല. ഈ TP ചന്ദ്രശേഖരനോട് താങ്കൾക്ക് വ്യക്തിവിരോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം. അതായത് താങ്കളുടെ സഹോദരി P സതീദേവി വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പരാജയപ്പെടുന്നു. അതിനൊരു പ്രധാന ഘടകം RMP സ്ഥാനാർത്ഥിയായിട്ടുള്ള ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യം. അവിടെയാണ് വ്യക്തിവിരോധം തുടങ്ങുന്നത്. അതായത് ചന്ദ്രശേഖരനോട് വ്യക്തിപരമായിട്ടുള്ള വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യത്തിൽ എൻ്റെ സഹോദരിയാണ് മത്സരിച്ചത്. ഞാൻ അപ്പോൾ മാത്രമല്ല, പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് 99-ലെ തെരഞ്ഞെടുപ്പിൽ പ്രേമജ ടീച്ചർ മത്സരിക്കുന്ന അവസരത്തിൽ ഞാനായിരുന്നു വടകര നിയോജകമണ്ഡലം LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി. സതി മത്സരിക്കുന്ന അവസരത്തിൽ ഞാനായിരുന്നു. സതി മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ചന്ദ്രശേഖരനോട് പ്രതികാര മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷമാണല്ലോ ചന്ദ്രശേഖരനെ ഉൾപ്പെടെ ബന്ധപ്പെട്ട് നിങ്ങൾ തെറ്റുതിരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിച്ചത്. ചന്ദ്രശേഖരൻ ഞാനുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേയുള്ള ബന്ധമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ജയിലിൽ കഴിഞ്ഞവരാണ്. അങ്ങനെ ജയിലിൽ കഴിഞ്ഞവർ തമ്മിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മബന്ധമുണ്ട്. ചന്ദ്രശേഖരൻ, വേണു, MV ജയരാജൻ, ഞങ്ങളൊക്കെ ഒന്നിച്ച് കോഴിക്കോട് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാ ആ സമരം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. 93 മാർച്ച് 4-ാം തീയതിയാണ് നാൽപ്പാടി വാസുവിനെ നമ്മുടെ മാർക്സിസ്റ്റ് അക്രമ വിരുദ്ധ ജാഥ നടത്തിയിട്ട് സുധാകരൻ്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നത്. സുധാകരൻ FIR-ൽ 1-ാം പ്രതിയായി. DCC പ്രസിഡന്റായിട്ടുള്ള സുധാകരനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് ഞങ്ങളെല്ലാം ഒന്നിച്ച് പങ്കെടുത്തത്. ലാത്തിച്ചാർജ് ഉണ്ടായി. ഞങ്ങളെ ലോക്കപ്പിലെത്തിച്ച് അവസാനം ഞങ്ങളെ ജയിലിലെത്തിച്ചു. ആ ബന്ധം വെച്ചിട്ട് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ RMP എന്ന് പറയുന്ന പാർട്ടിയിലെ ആളുകളും തിരിച്ച് ഈ പാർട്ടിയിലേക്ക് വരണം എന്ന നിലക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരിൽ ഒരാൾ ഞാൻ കൂടിയാണ്. ഞാൻ മാത്രമല്ല, പക്ഷേ അത് അവർ നിഷേധിക്കുന്നുണ്ടല്ലോ. വേണുവും രമയും എല്ലാം നിഷേധിക്കുന്നുണ്ടല്ലോ. അത് അവർക്കത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം അവർ നിഷേധിച്ചിട്ടില്ല. ഈ സൂര്യയിലെ ഈ അഭിമുഖം വന്നതിന് ശേഷം അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒന്ന്, ആരുടെ വീട്ടിൽ വെച്ചാണോ വേണുവുമായിട്ട് 1 മണിക്കൂറിലേറെ ഞാൻ സംസാരിച്ചത്, അദ്ദേഹം ഇപ്പോൾ പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാവായിരുന്ന അന്തരിച്ച സഖാവ് U കുഞ്ഞിരാമേട്ടൻ്റെ മകൻ സുരേഷ് ബാബുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് സംസാരിച്ചത്. സുരേഷ് ബാബു ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ശ്രീ ജയരാജൻ സംസാരിച്ചത്. അതെല്ലാം ഈ സതി തോറ്റ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതിനു മുമ്പേ അവരുമായിട്ട് സംസാരിക്കണമെന്ന് ഈ സുരേഷ് ബാബു തന്നെ എന്നോട് പറഞ്ഞിരുന്നു. ഞാനതിന് സന്നദ്ധമായിട്ടില്ല. അല്ല, അന്ന് തിരിച്ചു വരാൻ വേണു സന്നദ്ധമായിരുന്നോ? തീർച്ചയായിട്ടും വേണു 100% പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധമായിരുന്നു. എന്നോട് വേണു ആവശ്യപ്പെട്ടത്, നിങ്ങൾ കൂടി ചന്ദ്രശേഖരനോട് സംസാരിക്കൂ. അങ്ങനെ ചന്ദ്രശേഖരനുമായിട്ട് സംസാരിക്കാനൊരു തീയതി നിശ്ചയിച്ചു. ആ തീയതിക്ക് ഞാൻ പോയി. പക്ഷേ ചന്ദ്രശേഖരന് അസൗകര്യം കാരണം വരാൻ കഴിയില്ല എന്നറിയിച്ചു. അതിനുശേഷം ചുക്ലിയിലെ ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ അദ്ദേഹം വഴി ബന്ധപ്പെട്ടു. അദ്ദേഹം ചന്ദ്രശേഖരനുമായിട്ട് പിന്നെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രശേഖരനുമായിട്ട് നേരിട്ട് വീട്ടിൽ പോയി 4 തവണ സംസാരിച്ചു. ബാബു ആണോ? അല്ല, ഞങ്ങളുടെ ചുക്ലി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് TTK ശശി. അദ്ദേഹവും മാധ്യമങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഴി ആണ് P ജയരാജൻ മുൻകൈ എടുത്തുകൊണ്ട് ഇവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു 2011
ജനുവരി മാസം 7-ാം തീയതി ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യാൻ. ഞാൻ MLA ഹോസ്റ്റലിൽ കാത്തു നിന്നു. പക്ഷേ അന്നും ചന്ദ്രശേഖരൻ വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ല, തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ചന്ദ്രശേഖരനുമായിട്ട് നേരിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു? ഇല്ല, വേണു വഴിയായിരുന്നു? അല്ലല്ല, വേണുവായിട്ട് നേരിട്ട് സംസാരിച്ചു. വേണുവായിട്ട് മുഖാമുഖം സംസാരിച്ചു. ചന്ദ്രശേഖരനുമായിട്ട് ഈ തിരുവനന്തപുരത്ത് വരാമെന്ന് പറഞ്ഞ ദിവസം നേരിൽ കാണാനാണല്ലോ തിരുവനന്തപുരത്ത് വരുന്നത്. ചന്ദ്രശേഖരൻ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. ആ അവസരത്തിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മീഡിയേറ്ററായിട്ടുള്ള ശശി കൂടി തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ ശശിയോട് അസൗകര്യം അറിയിക്കുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ആ ഏതോ അദൃശ്യ ശക്തി അദ്ദേഹത്തെ ഇതിൽ നിന്നും തുടർ ചർച്ചയിൽ നിന്നും തടയുകയായിരുന്നു എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ആരാണ് അത് ആ അദൃശ്യ ശക്തി എന്ന് പറയുന്നത്? ആരായിരുന്നു അതിൻ്റെ പിറകിൽ? ആ അദൃശ്യ ശക്തിയെ പറ്റി ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഒരു അദൃശ്യ ശക്തിയെ പറ്റി എനിക്കൊരു തോന്നലുണ്ട്. കാരണം അവിടെ വേണു പൂർണ്ണമായിട്ട് 100% സമ്മതം. ചന്ദ്രശേഖരനുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. ചന്ദ്രശേഖരനുമായിട്ട് സംസാരിക്കുന്നു. നിഷേധിച്ചിട്ടല്ല ചന്ദ്രശേഖരൻ പറയുന്നത്. അന്ന് വരാൻ അസൗകര്യമുണ്ട്. ഇവിടെ ഒരു തീയതി തീരുമാനിക്കുന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അന്ന് വരാമെന്ന് പറയുന്നു. പക്ഷേ അന്ന് പറയുന്നു ഒരു അസൗകര്യമുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും പരിപാടി, മറ്റൊരു പരിപാടി ഉള്ളത് കൊണ്ടല്ല, ആരോ അദ്ദേഹത്തെ തുടർ ചർച്ചയിൽ നിന്ന് തടയുകയായിരുന്നു എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അല്ല, ആ ശക്തി CPM-ലെ ശക്തിയാണോ? അല്ല, CPM-ലാണോ ഇടതുപക്ഷത്താണോ വലതുപക്ഷത്താണോ എന്ന് ഞാനിപ്പോൾ അത് പറയുന്നത് ശരിയല്ല. അല്ല, ഒരു ഭാഗത്ത് ഇവരെ കുലംകുത്തികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു, മറുഭാഗത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചയും നടത്തുന്നു. രണ്ടുമുണ്ട്. ഈ കുലംകുത്തികൾ എന്നുള്ള പ്രയോഗം സഖാവ് EMS പോലും നടത്തിയിട്ടുണ്ട് മുമ്പ്. മാധ്യമങ്ങളിൽ വന്നല്ലോ. ഈ കുലംകുത്തി എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയൻ എന്തോ കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കിയതാണ്, അതാണ് ഏറ്റവും വലിയ കുറ്റം എന്നെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. സഖാവ് EMS അദ്ദേഹം കൃഷ്ണപിള്ളയുടെ ഒരു അനുസ്മരണ കുറിപ്പിൽ ഈ റിവിഷനിസ്റ്റുകാരെ കുലംകുത്തികളെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. EMS-ന്റെ മലയാളത്തെ പറ്റിയിട്ട് നമുക്ക് ആർക്കും ആക്ഷേപിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം കുലംകുത്തി എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. 1962 കാലത്ത് ചൈനാചാരന്മാരെന്ന് മുദ്ര കുത്തിയിട്ട് CPM-ന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ എതിർക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളെ വിമർശിക്കുന്ന കൂട്ടത്തിൽ കുലംകുത്തികൾ എന്ന വിശേഷം തന്നെയാണ് സഖാവ് EMS കൂടി നൽകിയിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രശേഖരനും വേണുവായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന അവസരത്തിലും അവരോട് പറയുന്നത് തെറ്റ് തിരുത്തി ഈ പാർട്ടിയിലേക്ക് വരണമെന്നാണ്. അല്ലാതെ പാർട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റി എന്നുള്ളതല്ല. ചന്ദ്രശേഖരൻ എന്നോട് പറയുന്നത് ഞങ്ങൾ CPM-ന്റെ പാർട്ടി പരിപാടി അംഗീകരിക്കുന്നു. ആ പരിപാടി അംഗീകരിക്കുന്നവർക്ക് പിന്നെ എന്താ തർക്കം? ഒരു പ്രത്യയശാസ്ത്ര തർക്കമല്ല, നയപരമായിട്ടുള്ള തർക്കമല്ല. തർക്കം അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രം. അല്ല, അത് തന്നെയായിരുന്നു ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ആ തർക്കം മാത്രമല്ല, ആശയപരമായിരുന്നില്ല. ആശയപരമായിട്ടുള്ള ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കണം, നമുക്ക് തർക്കങ്ങളുടെ മഞ്ഞുരുക്കം വരുത്താം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞല്ലോ. ഒന്നാമതായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചതിൽ അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തി, ചന്ദ്രശേഖരൻ. രണ്ടാമതായിട്ട് ഞങ്ങൾ പാർട്ടി പ്രോഗ്രാം അംഗീകരിക്കുന്നു, പരിപാടി അംഗീകരിക്കുന്നു, CPM-ന്റെ പരിപാടി. ആ പരിപാടി അംഗീകരിക്കുന്നവർക്ക് ബാക്കിയുള്ള തർക്കങ്ങൾ നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നതാണ് ഞാൻ. പിന്നെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല അതിൽ. ശശി പിന്നീടും ഫോളോ അപ്പ് നടത്തിയിരുന്നു. അപ്പം ഞാൻ അവസാനം ചന്ദ്രശേഖരനോട് പറഞ്ഞത്, നിങ്ങൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും ദിവസം നിശ്ചയിക്കുകയാണെങ്കിൽ നിങ്ങൾ ശശിയോട് പറഞ്ഞാൽ മതി, ശശി എന്നോട് പറയും. പക്ഷെ ശശി എന്നോട് പിന്നീട് ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ആ കാര്യം പിന്നീട് പറഞ്ഞിരുന്നില്ല. ജയരാജേട്ട, ചന്ദ്രശേഖരൻ വധത്തിന് പിന്നിൽ CPM അല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരാണ്? അതാണല്ലോ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. CPM പല വാദങ്ങൾ ഉയർത്തി. അതായത് ഇതിന് പിന്നിൽ മതതീവ്രവാദ ശക്തികളാണെന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ പറഞ്ഞു അവിടുത്തെ മുംബൈയിലെ ഒരു വ്യവസായി ചോമ്പാലക്കാരൻ അതാണെന്ന് പറഞ്ഞു. അതും പൊളിഞ്ഞു. PC ജോർജാണ് ഒരു ദൃശ്യമാധ്യമ പ്രവർത്തനം ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയെന്ന് ജയരാജേട്ടൻ പറയുകയുണ്ടായി. ഇതെല്ലാം പൊളിഞ്ഞില്ലേ? ആരാണ് ഇതിന് പിറകിൽ? CPM അല്ലെങ്കിൽ ആരാണ്? പൊളിഞ്ഞത് ഞങ്ങളുടെ വാദമല്ല. പൊളിഞ്ഞത് ചന്ദ്രശേഖരൻ വധം നടന്നതിനെ തുടർന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണമാണ് പൊളിഞ്ഞത്. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഉദാഹരണത്തിന് ആദ്യം പറഞ്ഞു കൊലപാതകം ആസൂത്രണം ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ്. അന്തേരി സുരൻ എന്ന് പറയുന്ന ശിക്ഷാ തടവുകാരൻ്റെ മകളുടെ കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ് ഗൂഢാലോചന. അത് പൊളിഞ്ഞല്ലോ. അത് പിന്നീട് വന്നില്ലല്ലോ. അപ്പോൾ വാദങ്ങൾ പൊളിഞ്ഞത് വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിയ നുണകളുടെ
ആ ചീട്ടുകൊട്ടാരമാണ് തകർന്നത്. പിന്നീട് പല കാര്യങ്ങളും അവർ പറഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, അതായത് കൊല നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്, അത് മൃഗീയമായിട്ടുള്ള കൊലയാണ്. ആ കൊലയെ CPM ശക്തമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. യഥാർത്ഥ കൊലയാളികളെ കണ്ടെത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലീസ് DGP പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വ്യക്തിവിരോധം അല്ല, അതായത് ഒരു സ്വകാര്യ ലാഭത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കൊലയാണിത്. ആ അടിവരയിട്ട് നമ്മൾ ഇപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. സ്വകാര്യ ലാഭത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കൊലയാണിത്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന്റെ പൂർണ്ണമായിട്ട് വിവരം വരട്ടെ. അന്നേരത്ത് CPMന് ബന്ധമില്ല എന്ന കാര്യം തെളിയിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ഈ ചന്ദ്രശേഖരന്റെ വധത്തെ തുടർന്ന് പല വാർത്തകളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. CPMനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി പലരും പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ CPM പറഞ്ഞ കാര്യത്തിൽ യാതൊരു അവ്യക്തതയുമില്ല. പിന്നെ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതായത് 35 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകിയിട്ടാണ് ആരെ കൊന്നത്? ചന്ദ്രശേഖരനെ കൊന്നത്. അനിൽ നമ്പ്യാർക്ക് അറിയാലോ എങ്ങനെയാണ് CPM പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് മേലെ നിന്ന് ആരും ഫണ്ട് തരുന്നില്ല. ഞങ്ങൾക്ക് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ ഫണ്ട് നൽകുന്നില്ല. കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPI. CPM തന്നെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം. അതെവിടെയാണ്? അത് എന്തിനാ വേണ്ടിയിട്ടാണ്? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുടെ യഥാർത്ഥ നിറം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസും BJPയും കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്നു, ഞങ്ങൾ ജനങ്ങളുടെ നിന്ന് ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്നു. അത്തരമൊരു പാർട്ടിക്ക് 35 ലക്ഷം ഉറുപ്പികയെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഏരിയ കമ്മിറ്റിക്ക്, ഒരു ജില്ലാ കമ്മിറ്റിക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ കമ്മിറ്റിയിൽ കൃത്യമായ കണക്ക് വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആദായ നികുതി വകുപ്പിന് കൃത്യമായി കണക്ക് കൊടുക്കുന്ന പാർട്ടിയായി ഈ പാർട്ടി. ആ പാർട്ടിക്ക് 35 ലക്ഷം ഉറുപ്പിക ചെലവ് വരുന്നു. എന്തിനു വേണ്ടി ചെലവ്? ആദായ നികുതി വകുപ്പ് മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയിലെ ഓരോ പ്രവർത്തകനും ചോദിക്കും 1000 ഉറുപ്പിക ചെലവഴിച്ചു. എന്തിനു വേണ്ടി? ജനങ്ങളുടെ നിന്ന് പിരിച്ചെടുത്ത ഫണ്ടാണ് ഞങ്ങളുടെ വരുമാനം. അത്തരമൊരു പാർട്ടിക്ക് 35 ലക്ഷം ഉറുപ്പിക കൊടുത്തുകൊണ്ട് ഒരാളെ കൊല ചെയ്യാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കഴിയുമോ? അല്ല, CPMന് കണ്ണൂർ, കോഴിക്കോട് ജില്ല. അതുകൊണ്ട് അത്തരം 35 ലക്ഷം കോടികൾ ഇതെല്ലാം കൊടുത്തുകൊണ്ട് കൊട്ടേഷൻ ഏർപ്പാട് നടത്തുന്ന നല്ല ശീലമുള്ളയാൾ ആരാ? കേരളത്തിലെ ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജാണ്. ഉമ്മൻചാണ്ടി പല കൊട്ടേഷനുകളും ഏൽപ്പിക്കാറ് ഈ PC ജോർജിനെയാണ്. ആ അടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രചരണങ്ങളെ ചാക്കിട്ടുപിടുത്തം മാത്രമല്ല ഇങ്ങനെയുള്ള കൊട്ടേഷനും ഉണ്ട്. കൊട്ടേഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ചാക്കിട്ട് പിടുത്തവും വരും. പണം കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുക. കൊല മാത്രമല്ല, MLA-മാരെ ചാക്കിടല്, പ്രലോഭനങ്ങൾ നൽകിയിട്ട് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തൽ, അതുകൊണ്ടല്ലോ ഉമ്മൻചാണ്ടിയുടെ പാമോയിൽ കേസിൽ ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തി കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കലും അത്തരം കൊട്ടേഷൻ പ്രവർത്തനത്തിന്റെ ഭാഗം. അല്ല, CPMന് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിരവധി നേതാക്കന്മാരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഒരു പറയങ്കണ്ടി രവീന്ദ്രൻ, എന്തുകൊണ്ടൊരു KC രാമചന്ദ്രൻ, എന്തുകൊണ്ട് CH അശോകൻ, എന്തുകൊണ്ട് PK കുഞ്ഞനന്ദൻ, ഇവർ മാത്രം പ്രതി ചേർക്കപ്പെടുന്നു? ഒരു CPM ആരോപിക്കുന്നത് പോലെ ഒരു തിരക്കഥ തയ്യാറാക്കിയാണ് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇവർ മാത്രം പ്രതിസ്ഥാനത്ത് വരുന്നു? അപ്പോൾ അവർക്ക് എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടാവില്ലേ? അതായത് ഈ കുറ്റം CPMന്റെ ചുമലിൽ ഇടാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകന്മാരെയൊക്കെ പ്രതി ചേർത്തിട്ടുള്ളത്. അവർക്ക് ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പുനരന്വേഷണത്തിൻ്റെ കാലമാണ്. താങ്കൾക്ക് എതിരെയും വളരെ നിന്ദ്യമായ പൈശാചികമായ ഒരു ആക്രമണം നടന്നു. അതിൻ്റെ ഇപ്പോഴും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ. യഥാർത്ഥത്തിൽ താങ്കളെ ആക്രമിച്ചവർ തന്നെയാണോ ശിക്ഷിക്കപ്പെട്ടത്? അവരിപ്പോഴും എനിക്ക് തോന്നുന്നു പുറത്താണെന്ന് തോന്നുന്നു, ജാമ്യത്തിലാണെന്ന് തോന്നുന്നു. അതായത് എന്നെ ആക്രമിച്ചപ്പെട്ടവരിൽ ചിലർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ യഥാർത്ഥ പ്രതികൾ തന്നെയാണ്. അത് ബിനാമി പ്രതികളൊന്നുമല്ല, യഥാർത്ഥ പ്രതികൾ തന്നെയാണ് ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ എനിക്ക് നേരെ നടത്തിയിട്ടുള്ള കൃത്യം യഥാർത്ഥത്തിൽ എന്നെ കൊലപ്പെടുത്താൻ RSSന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമാണ്. ആ ഗൂഢാലോചനയുടെ പാർട്ട് അന്വേഷിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് പുനരന്വേഷണത്തിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്ന അവസരത്തിൽ അത് മാർക്സിസ്റ്റ് പാർട്ടി പ്രതിസ്ഥാനത്ത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകൾ മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ. രണ്ടു തരം നീതി നടപ്പാക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഒരേ നീതിയാണെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച്
അത് രാഷ്ട്രീയ നിറവ്യത്യാസം കൂടാതെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചും പുനരന്വേഷണമാവാം. അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ള ആസൂത്രണമുണ്ട്, ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ. അല്ല, നാൽപ്പാടി വാസു വധക്കേസ് പുനരന്വേഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, എതിർപ്പില്ല എന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ വീണ്ടും പറയുകയുണ്ടായി, അതായത് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗൺമാൻ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഗൺമാന്മാരെ സർക്കാർ കൊടുക്കുന്നത് എന്നുള്ളതാണ്. താങ്കൾക്കും ഗൺമാനുണ്ട്. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എൻ്റെ ഗൺമാൻ അരിയിൽ പ്രദേശത്ത് ഞങ്ങളെയൊക്കെ അപായപ്പെടുത്താൻ ശ്രമിച്ച അവസരത്തിൽ വെടിവെച്ച് ആളെ കൊല്ലുന്ന നിലപാടല്ല സ്വീകരിച്ചത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഗൺമാന്മാരെ അനുവദിക്കുന്നത് ആളുകളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടല്ല, ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ദേഹരക്ഷയ്ക്ക് പരമാവധി തിരിച്ചുള്ള വെടിവെപ്പ് ഒഴിവാക്കുക, അത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗൺമാന്മാർ പരിശ്രമിക്കേണ്ടത്. ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ തോക്കുണ്ട്, ലാത്തിയുണ്ട്, എല്ലാ സ്ഥലത്തും അത് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ ആ തരത്തിൽ വിവേചനത്തോടു കൂടി ഉപയോഗിക്കേണ്ടതാണ് പോലീസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ. ഈ ഗൺമാന്മാരില്ലാതെ CPM നേതാക്കന്മാർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ലേ? പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. എൻ്റെ അനുഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ ഗൺമാന്മാരുണ്ടായിരുന്നു, ഞാൻ സ്വമേധയാ ഒഴിവാക്കിയതാണ്. അങ്ങനെ ഒഴിവാക്കിയ അവസരത്തിലാണ് തിരുവോണ ദിവസം എൻ്റെ വീട്ടിൽ കയറി എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. ഞാൻ തീർന്നു, എൻ്റെ കഥ കഴിഞ്ഞു എന്ന് കരുതിയിട്ടാണല്ലോ RSSകാർ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് ആസ്പത്രിയിൽ എത്തിയപ്പോൾ ഗവൺമെൻറ് വീണ്ടും എനിക്ക് ഗൺമാന്മാരെ ഏർപ്പാട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അംഗരക്ഷകൻ്റെ ബലമാണ് യഥാർത്ഥ ബലം എന്ന് ഞാൻ കരുതുന്നില്ല, യഥാർത്ഥ കരുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഒഴിവാക്കിയ സാഹചര്യം സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് നേരെയുള്ള കൊലപാതക ശ്രമം നടന്നത്. അല്ല, ഇത്തരം പൈശാചികമായ അക്രമത്തിന് വിധേയമായ ഒരു വ്യക്തിക്ക് താങ്കളാണ് ഈ കണ്ണൂരിലെ എല്ലാ ഓപ്പറേഷനുകളുടെയും മാസ്റ്റർ മൈൻഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു രക്തദാഹിയാവാൻ പറ്റുമോ? അതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മനുഷ്യസ്നേഹികളാണ്. മാർക്സിസം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മാനവ സ്നേഹത്തിൻ്റെ സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം പ്രാവർത്തികമാക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ഈ കമ്മ്യൂണിസം ലോകത്ത് ആശയതലത്തിൽ ഉദയം ചെയ്തപ്പോൾ തന്നെ എല്ലാ പിന്തിരിപ്പന്മാരും ഈ കമ്മ്യൂണിസം ഒരു ദുർഭൂതമാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ആ ദുർഭൂതത്തിൻ്റെ ബാധയകറ്റാൻ വേണ്ടി എല്ലാ പിന്തിരിപ്പൻ ശക്തികളും ഈ പ്രസ്ഥാനത്തെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് അപവാദ കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്, നുണക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഭരണകൂടത്തിൻ്റെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ ഇന്നും മാനവസ്നേഹത്തിന് വേണ്ടിയും അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയും നിലകൊള്ളുന്ന CPMനെ അക്രമികളുടെയും കൊലയാളികളുടെയും പ്രസ്ഥാനമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമുണ്ട്. അത് ജനങ്ങൾ ശരിയായി തിരിച്ചറിയും. ഇന്നിപ്പോൾ ചന്ദ്രശേഖരൻ വധം, ഫസൽ വധം, ഷുക്കൂർ വധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. CPMൻ്റെ മേൽ ഒരു കാർമേഘമുണ്ട്. ആ കാർമേഘം നീങ്ങും, സൂര്യവെളിച്ചം വരും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ VSനെ പോലുള്ളവർക്കും അത് ബോധ്യപ്പെടും. VS ഈ പാർട്ടിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ജനങ്ങൾക്ക് മുമ്പിൽ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ CPMനെ കുറിച്ച് ഒരു കാർമേഘം, ആ കാർമേഘം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, ആ സൂര്യവെളിച്ചം പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. വളരെയധികം നന്ദി വർത്തമാനത്തിൽ പങ്കെടുത്തത്.